ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളി കേട്ട് ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു. നിയ്യത്ത് വെച്ച് ഹജ്ജിന് തയ്യാറെടുക്കുന്ന വിശ്വാസിയെ തടയാൻ ഒന്നിനും കഴിയില്ലെന്നുള്ള വചനങ്ങൾ പോലെ ലിബിയൻ ഹജ്ജ് തീർത്ഥാടകനായ അമർ അൽ മഹദി മൻസൂർ അൽ ഖത്താഫി ഒരു അത്ഭുതമായും വിശ്വാസി സമൂഹത്തിന്റെ പ്രതീകമായും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ലിബിയയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങിയതായിരുന്നു അമർ അൽ മഹദി. എയർപോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരിലെ അൽ ഖദ്ദാഫി എന്ന കുടുംബ പേര് കാരണം സുരക്ഷാ പ്രശ്നങ്ങളാൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പമുള്ള ഹജ്ജ് ഗ്രൂപ്പിലെ എല്ലാവരും വിമാനത്തിൽ കയറി. അമറിന് മാത്രം സുരക്ഷാ ക്ലിയറൻസ് ലഭിച്ചില്ല. നിരവധി തവണ അപേക്ഷിച്ചിട്ടും വിമാനത്തിൽ കയറാനായില്ല. ക്ലിയറൻസ് ലഭിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് വൈകുമെന്ന പ്രശ്നത്താൽ വിമാനം അദ്ദേഹമില്ലാതെ പറക്കാൻ തീരുമാനിച്ചു. നീണ്ട കാലത്തെ കാത്തിരിപ്പായിരുന്നു അമറിന് ഹജ്ജ്. അമറില്ലാതെ ഫ്ലൈറ്റ് ലിബിയയിൽ നിന്ന് ജിദ്ദ ലക്ഷ്യമാക്കി പറന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യമുണ്ടായില്ല, അടുത്ത തവണ ശ്രമിക്കാമെന്ന്. എന്നാൽ അമർ ഒരടി പിന്നോട്ട് മാറിയില്ല. ഹജ്ജിനല്ലാതെ താൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വിമാനത്താവളത്തിൽ തുടർന്നു. നിമിഷങ്ങൾക്ക് ശേഷം ജിദ്ദയിലേക്ക് പറന്ന വിമാനത്തിന് സാങ്കേതിക തകരാർ. വിമാനം തിരികെ എയർപോർട്ടിലേക്ക്. അപ്പോഴും ഉദ്യോഗസ്ഥർ വഴി വിമാനത്തിൽ കയറാൻ അമർ ആവശ്യപ്പെട്ടെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വിമാനം ഉടനെ പറക്കുമെന്നായിരുന്നു പൈലറ്റിന്റെ മറുപടി. തകരാർ പരിഹരിച്ച ശേഷം വിമാനം പറന്നു. അമറില്ലാതെ പറന്ന വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ നേരിട്ടു. രണ്ടാമതും വിമാനം എയർപോർട്ടിലേക്ക് മടങ്ങി. തകരാർ പരിഹരിക്കുമ്പോൾ ഇത്തവണ ആവശ്യം അമറിനേക്കാൾ ഉപരി വിമാനത്തിന്റെ പൈലറ്റിനായിരുന്നു. ഈ വിമാനത്തിൽ അമർ തങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ താൻ വിമാനം പറത്തില്ലെന്ന് പൈലറ്റ് ശാഠ്യം പിടിച്ചു. അധികൃതർ ഉടനെ അമറിന് യാത്രാനുമതി നൽകി. ഒരു സാങ്കേതിക തകരാറുമില്ലാതെ അമറുമായി വിമാനം ജിദ്ദയിലേക്ക്. ഹജ്ജ് അള്ളാഹു തനിക്ക് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും അത് തടയാൻ കഴിയില്ലെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജിദ്ദയിലെത്തിയ ശേഷം പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഈ മനുഷ്യനൊപ്പം കൗതുകത്തോടെ ഫോട്ടോ എടുത്താണ് മടങ്ങിയത്. നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ അമറിനൊപ്പം ആ നിമിഷം മനുഷ്യർ മാത്രമല്ല പ്രപഞ്ചം തന്നെ കൂടെ നിന്നതുപോലെയായിരുന്നു.